നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തമ്പനയിൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു കിടിലൻ തമ്പനയിൽ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും തമ്പനയിൽ ചെയ്യുന്നതിൽ കുറേ അബദ്ധങ്ങൾ കാണിക്കുന്നു. ആ അബദ്ധങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണ് ഈ തമ്പനെയിൽ തന്നെയുണ്ട് പേര്. എങ്ങനെ അടിപൊളി തമ്പനെയിൽ നിർമ്മിക്കാം അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുറേ പേര് വന്നിട്ടുണ്ട് എങ്ങനെ അടിപൊളി തമ്പനെയിൽ നിർമ്മിക്കാം. തമ്പനെയിൽ ട്രിക്സ് ആൻഡ് ടിപ്സാണ് ഞാൻ പറഞ്ഞത്. അതായത് പലരും തമ്പനെയിലിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, യൂട്യൂബേഴ്സ് പലരും. അതായത് തമ്പനെയിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കൊണ്ട് തമ്പനെയിൽ പൂർത്തിയാക്കി പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുക. അതാണ് യൂട്യൂബേഴ്സ് പലരുടെയും സ്റ്റാർട്ടിംഗ് ഉള്ളവരുടെ പ്രശ്നം. പിന്നെ നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ഞാൻ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഒരു യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ട്രിക്കാണ്, അല്ലാതെ തമ്പനെയിലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ത്രില്ല് കാണും. ത്രില്ലൊന്നും അല്ല, എല്ലാവരും വിചാരിക്കും എന്ത് വീഡിയോ കാണിക്കാൻ പോകുന്നത്, ജസ്റ്റ് ആ ഒരു വീഡിയോ കാണിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ ആ വീഡിയോ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് വാ. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടു, ഒരു കോട്ടിട്ട് ഒരു പുള്ളി നടന്നു വരുന്ന വീഡിയോ കണ്ടു. ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംഭവം വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് വാ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്ത് കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ വിചാരിച്ചു കാണും. 2 പേര് നടന്നു വരുന്ന കാണിച്ചു, ഇതിനകത്ത് എന്തത്ര സംഭവം നിങ്ങൾ വിചാരിക്കും. അപ്പോൾ തമ്പനെയിൽ ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണിച്ചു കണ്ടില്ലേ, ഒരു പുള്ളി കോട്ടൊക്കെ ഇട്ട് നല്ല പ്രൗഡിയായിട്ട് നടന്നു വരുന്നു. ജസ്റ്റ് ഇത് നിങ്ങൾ മനസ്സിൽ ഈ സംഭവം വിചാരിക്കുക, ഞാൻ പറഞ്ഞ് വിചാരിക്കുക. ഈ ഒരു പുള്ളി കോട്ടിട്ട് നടന്നു വരുന്നു, തൊട്ടിപ്പറേ ഒരു തലയിലൊക്കെ ഒരു സാധനം വെച്ച ഒരു പുള്ളിക്കാരൻ ഒരു ബനിയനും ഒക്കെ ഇട്ട് നടന്നു വരുന്നു. നിങ്ങൾ ആരെയായിരിക്കും ആദ്യം നോക്കുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായം പറ. ഞാൻ പറയട്ടെ ഫ്രണ്ട്സ്, ഞാൻ ആ കോട്ടിട്ട പുള്ളിയായിരിക്കും നോക്കുന്നത്. നിങ്ങളാരായിരിക്കും നോക്കുക? അതുപോലാണ് നമ്മുടെ തമ്പനെയിലിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് ഫ്രണ്ട്സ്. കാരണം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ തമ്പനെയിൽ അടിപൊളി അല്ലെങ്കിൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ആ ഒരു പ്രൗഡിയായി നടന്ന കോട്ടിട്ട പുള്ളിയായിരിക്കും നോക്കുന്നത്. അപ്പം അതുപോലെ ഹെവി ആയിരിക്കണം തമ്പനെയിൽ. അപ്പം പലരും തമ്പനെയിൽ ചെയ്യുന്നതിൽ കുറേ അബദ്ധങ്ങൾ കാണിക്കുന്നു. ആ അബദ്ധങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന അബദ്ധം വെച്ച് നിങ്ങൾ ഫോണ്ട് യൂസ് ചെയ്യുന്ന കാര്യത്തില്ല ഫ്രണ്ട്സ്. കാരണം ഇപ്പോൾ ഞാൻ ചിലർ യൂസ് ചെയ്യുന്ന ഫോണ്ട് കാണിച്ചില്ല. ഇതിനായിട്ടല്ല ഫ്രണ്ട്സ്, ഒരു ബോൾഡ്നെസ്സും ഇല്ല, ചുമ്മാ ഒരു ഫോണ്ട് ചെയ്തിട്ട് മണ്ടയ്ക്ക് ഒരു കറുത്ത ബ്ലാക്ക് കോട്ടിങ് കൊടുത്ത് ഒരു ഫോണ്ടാണ്. ഈ ഫോണ്ട് സത്യം പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു ഫോണ്ടാണ്. ഈ ഫോണ്ട് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ആൾക്കാർക്കും ഭയങ്കര മടുപ്പടിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഫോണ്ട് യൂസ് ചെയ്യില്ല. ഞാനും ഇപ്പോൾ ആദ്യമൊക്കെ ഈ ഫോണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഫോണ്ട് എങ്ങനത്തെ ടൈപ്പാണ് ഞാൻ കാണിച്ചുതരാം. എന്നാൽ ഏതൊരു ഫോണ്ട് യൂസ് ചെയ്യാനും ശകലം ബോൾഡ് കൊടുക്കണം, അതായത് ഇച്ചിരി കട്ടി കൊടുക്കണം. പലരും കട്ടി കൊടുക്കുക, ചുമ്മാ ഒരു പെൻസിൽ കൊണ്ട് എഴുതുന്ന പോലത്തെ ഫോണ്ടൊക്കെ എഴുതുന്നത്. നല്ല കട്ടിയുള്ള ഫോണ്ട് കൊടുത്ത ആൾക്കാർക്കുള്ള അട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ചുറ്റും ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കത്തില്ല, ഒരു ഷാഡോ അല്ലെങ്കിൽ ബോൾഡ് ഒരു ഷാഡോ കൊടുക്കത്തില്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് നിങ്ങളത് കൊടുക്കുമ്പോൾ ഓവറാക്കി, ചിലർ കാണാം ഓവറായിട്ട് ആ ഷാഡോ കൊടുക്കും. ആ സൈഡിലുള്ള ഷാഡോ ഒന്നും ഓവറായില്ല, ഒരു മീഡിയത്തിന് താഴെ, അതായത് 50 ആവറേജിന് താഴെ നിൽക്കാവുള്ള ഈ ഒരു ബോൾഡ്നെസ്. ഞാൻ എക്സാമ്പിൾ ഒരു തമ്പനെയിൽ കാണിക്കാം. ഇതുപോലെ ആയിരിക്കണം തമ്പനെയിൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ തമ്പനെയിൽ ചെയ്യുമ്പോഴത്തേന് ഒരു പാറ്റേൺ വേണം. അതായത് ഇപ്പം നമ്മൾ എഴുതുന്ന ആ ഒരു ഫോണ്ട് സെൻറ്റൻസിൽ, ഇപ്പം ഞാൻ ഇവിടെ പോയപ്പോൾ, ഞാൻ ഊട്ടിയിൽ പോയപ്പോൾ എന്ന് പറഞ്ഞൊരു ഫോണ്ടുണ്ട്, അതിൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ ഒരു ഫസ്റ്റ് ഒരു ലൈന്, താഴെ ലൈന്, അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എക്സാമ്പിൾ നിങ്ങളൊരു തമ്പനെയിൽ കാണിച്ചിട്ട്, അല്ല എൻ്റെ തമ്പനെയിൽ തന്നെയാണ്, ഞാൻ എൻ്റെ തമ്പനെയിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഞാൻ കണ്ടല്ലോ. ഫസ്റ്റ് ഒരു പേരെഴുതി തൊട്ട് താഴെ എൻ്റെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. മാക്സിമം ഇത്രയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒത്തിരി ബോറല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ തമ്പനെയിൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കറക്റ്റ് ആ ഓർഡർ. ചിലപ്പോൾ ഞാനൊക്കെ തമ്പനെയിൽ ചെയ്യുന്ന നേരത്തെ ഒത്തിരി നേരം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും, ഈ ഓർഡർ വേണ്ട, ശരിയാകില്ല. പിന്നെ അടുത്ത ഓർഡർ ഇടും. പിന്നെ ശകലം ഞാൻ മണ്ടയ്ക്ക് ഒരു ലൈൻ എഴുതിയിട്ട് താഴെ ഇച്ചോടെ ചേർത്തിടും. അതൊരു രസമില്ല. കാണുമ്പോൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഒരു ഭംഗി വേണം ഫ്രണ്ട്സ്. അതാണ് ആ ഒരു പാറ്റേൺ എഴുതിയേക്കുന്ന ഒരു രീതി. ഫോണ്ടിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു അടുക്കും ചിട്ടയെന്ന് പറയത്തില്ല. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഒരിടത്ത് അടുക്കി വെക്കുന്നതാണോ വെതറിട്ടേക്കുന്നതാണെന്നാണോ രസം. ചുമ്മാ അടുക്കി വെച്ചപ്പോൾ ആ അടുക്കുന്നതിൽ ഒരു ഭംഗി വേണം ഫ്രണ്ട്സ്. അത് ഞാൻ പറഞ്ഞത്. തമ്പനെയിലെ ആ ഒരു ലെറ്റേഴ്സ് എഴുതുന്ന ആ ഒരു അടുക്കിലും പെർഫെക്ഷൻ വേണം. അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. അടുത്തൊരു കിടിലൻ ട്രിക്കാണ്. ഞാൻ ഈ ഒരാഴ്ച 2 ആഴ്ച മുമ്പാണ് ഈ ട്രിക്ക് എനിക്ക് മനസ്സിലായത്. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തമ്പനെയിൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഒരു കിടിലൻ തമ്പനെയിൽ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങളുടെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതത്തില്ല, ഇന്ന വീഡിയോ ചെയ്യണമെന്ന് ഐഡിയ കിട്ടുന്ന എഴുതിയിടത്തില്ല. പക്ഷേ അത് തമ്പനെയിലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5-6 തമ്പനെയിൽ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചെയ്യാനുള്ള വീഡിയോസാണ്. അപ്പോൾ എനിക്ക് ആ ഇടയ്ക്ക് വീഡിയോ ഫോൺ എടുത്ത് നോക്കുമ്പോൾ, തമ്പനെയിൽ എടുത്ത് നോക്കുമ്പോൾ വിചാരിക്കും, ഓ ഈ വീഡിയോ ചെയ്യാനുണ്ട്, ഇത്രയും നല്ല തമ്പനെയിൽ ചെയ്ത
സ്ഥിതിക്ക് വീഡിയോ ചെയ്തില്ല മോശമല്ലെന്ന് പറഞ്ഞ വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിരിക്കും. അപ്പം നല്ല തമ്പനയിൽ നേരത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ മാക്സിമം കിട്ടും. പിന്നെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്പനയിൽ ചെയ്ത് കഴിഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ക്വാളിറ്റി എക്സ്പോർട്ട് ചെയ്യത്തില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ക്വാളിറ്റിയിൽ തമ്പനയിൽ എക്സ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ യൂട്യൂബിൽ എല്ലാം അടിപൊളിയായിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പം ഒരു 200 KB 100 KB സൈസിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എല്ലാവരും കാണുമ്പോൾ നല്ല തമ്പനയിലൊക്കെ ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കും. ചില ഫോട്ടോസ് കണ്ടില്ലേ നിങ്ങളുടെ ഈ ഫോട്ടോ പോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോസ്, അതുപോലത്തെ തമ്പനയിലായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ ആ വീഡിയോ കാണാനായിട്ട് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. നടുക്ക് തന്നെയല്ലേ ഇരിക്കുന്നേ. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തമ്പനയിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾ 3, 4, 5 മണിക്കൂർ വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് തമ്പനയിൽ വേണ്ടി സമയം കണ്ടെത്താതിരിക്കരുത് ഫ്രണ്ട്സ്. കാരണം നിങ്ങളുടെ പല വീഡിയോസും പലരും പറഞ്ഞു കേട്ടു. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ 6 മാസമായി 1 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നു, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 500 പോലും തികയുന്നില്ല. എന്താണ് നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്താലും നിങ്ങളുടെ ആ വീഡിയോ ഞാൻ ആദ്യം കാണിച്ച മനുഷ്യനെ നോക്കുന്ന പോലെ നമ്മളിപ്പോൾ നല്ല വേഷം ഇട്ട് നമ്മൾ വെളിയിൽ പോകുന്നത് എന്തിനാണ്? നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കാനാണ്. അതുപോലെ നല്ല തമ്പനയിൽ ഇട്ടാലേ നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. പ്രത്യേകിച്ചും നല്ല ലുക്കി തമ്പനയിൽ. നിങ്ങൾ പല ആൾക്കാരുടെയും തമ്പനയിൽ കാണുമ്പോൾ അവരുമായിട്ട് അവരുടെ തമ്പനയിലിനെക്കാട്ടി നല്ല തമ്പനയിൽ ചെയ്യണം എന്നുള്ള നല്ല തമ്പനയിൽ വെക്കണേ 10 മിനിറ്റ് ഒരിക്കലും പറ്റത്തില്ല. ഞാനൊക്കെ തമ്പനയിൽ ഇപ്പം ചെയ്യുന്നത് ഏകദേശം തമ്പനയിൽ ചെയ്യാനായിട്ട് 1 മണിക്കൂറോ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ തമ്പനയിൽ ചെയ്യാൻ ഓരോ PNG ഫയൽ നമ്മൾ ഇത് വേണ്ട അന്ന് അടുത്ത PNG ഫയൽ എടുക്കും, ആഡ് ചെയ്യും. അങ്ങനെ മാക്സിമം അടിപൊളി തമ്പനയിൽ ആര് കണ്ടാലും ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന രീതിയിലുള്ള തമ്പനയിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യും. ഈ തമ്പനയിൽ അടിപൊളിയായിട്ട് തമ്പനയിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കൊള്ളത്തില്ലേ, വൈറലാകത്തില്ല. പക്ഷേ വൈറലാകുന്നതിന് ഒരു 50-50 ചാൻസ് ഉണ്ട് തമ്പനയിലും വീഡിയോയ്ക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ട്രിക്ക് പറഞ്ഞു, ആ ട്രിക്കിൻ്റെ സമയമായി. എന്താ ട്രിക്ക് എന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്താലും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഫുൾ HD 180 പിക്സൽ 30 FPS നിങ്ങൾ ഷൂട്ട് ചെയ്ത്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ക്യാമറയ്ക്കകത്ത് 180 ഫുൾ HDയിൽ 30 FPS ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോഴും ആ സെയിം സാധനത്തിൽ കൺവേർട്ട് ചെയ്യണം. അതായത് ഞാനിപ്പം പവർ ഡയറക്റ്റിൽ എഡിറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 180യിൽ 30 FPS തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ 60 FPS കൺവേർട്ട് ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. ക്വാളിറ്റി കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 720 30 FPS നിങ്ങൾ ഫോണെ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് പവർ ഡയറക്ടർ അല്ലെങ്കിൽ കൈൻ മാസ്റ്റർ കൂടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആ സെയിം 720യിൽ ആണെങ്കിൽ ആ 720 തന്നെ എടുക്കണം. എന്ന് പറഞ്ഞാൽ ഫുൾ HD കൊണ്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല. ആ 720യിൽ 30 FPS തന്നെ കൺവേർട്ട് ചെയ്യുക. അതൊരു അടിപൊളി ട്രിക്കാണ്, നിങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പം ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്പെഷ്യൽ ട്രിക്ക്, ഇനി ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പം നമ്മുടെ കൂടണം നിങ്ങൾ, എന്നാലും നമുക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചേക്കാം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നാളെ വീണ്ടും കാണാം. എൻ്റെ ഒരു വിഷ്ണു ടെക്ടോക്ക് മലയാളത്തിൽ നിന്ന്. സി ശരി, ഓക്കെ സാർ, ഓക്കെ. ഇനി തമിഴിനെ പറ്റി എന്തോ പറയാനുള്ളത്? പാമ്പായിരിക്കും.